നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ നമ്മളോടൊപ്പം ഇരിക്കാറില്ല. നമ്മുടെ ചിന്തകളെ, നമ്മുടെ വികാരങ്ങളെ, നമ്മുടെ ഭാവങ്ങളെ ഒന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മുടെ ഉള്ളിലുള്ള കോപത്തെ നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മുടെ ഉള്ളിലുള്ള വെറുപ്പിനെ നമ്മൾ ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ പെട്ടുപോകുന്നുണ്ട്. നമ്മൾ വേദന അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ യഥാർത്ഥ സ്വഭാവം ശാന്തതയാണോ? മൗനമാണോ? എന്തുകൊണ്ടാണ് നമുക്ക് ആ മൗനം, ആ ഒരു ശാന്തത അനുഭവിക്കാൻ കഴിയാത്തത്? നമ്മുടെ ഉള്ളിൽ 1000 ചിന്തകൾ നിറഞ്ഞിരിക്കുന്നുണ്ട്. നമ്മുടെ മനസ്സ് കഴിഞ്ഞ കാലത്തും ഭാവി കാലത്തുമാണ്. അതുകൊണ്ട് തന്നെ ആ ചിന്തകളിൽപ്പെട്ട നിഷേധാത്മകമായിട്ടുള്ള വികാരങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. ഇത് നമ്മെ വേദനയിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ മൗനത്തെ ശ്രവിക്കാനോ അത് നമുക്ക് അനുഭവിക്കാനോ കഴിയില്ല. മൗനം എന്നാൽ നമുക്ക് ചുറ്റുമുള്ള ശബ്ദങ്ങളിൽ നിന്ന് മാറി ഒറ്റപ്പെട്ട് നിൽക്കലല്ല. ആ ശബ്ദങ്ങളിൽ നിന്ന് മാറി നിന്നാലും നമ്മുടെ ഉള്ളിൽ ചിന്തകൾ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് മൗനം അനുഭവിക്കാൻ കഴിയില്ല. അതേ സമയത്ത് ആ ശബ്ദങ്ങൾ അവിടെ ഉണ്ടാവുമ്പോഴും നമ്മുടെ മനസ്സ് ശാന്തമാവണം. നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള മൗനത്തെ അറിയാനാവണം. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കത് അനുഭവിക്കാൻ കഴിയാത്തത് നമ്മുടെ മനസ്സ് കൂടുതൽ സമയവും കഴിഞ്ഞ കാലത്തും ഭാവി കാലത്തുമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകളും വികാരങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഇതാണ് നമ്മളെ വേദനയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അശാന്തമായ മനസ്സാണ്. അശാന്തമായ മനസ്സ് നമുക്കുണ്ടാകുമ്പോൾ ശരിയായ തീരുമാനങ്ങൾ നമുക്ക് എടുക്കാൻ കഴിയാറില്ല. അതുകൊണ്ടാണ് നമ്മൾ വേദനിക്കുന്നത്. അപ്പോൾ ശാന്തമായ മനസ്സ് വേണം നമുക്ക്. ആ മനസ്സിൽ നിന്ന് നമുക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. അപ്പോൾ മൗനം അതിന് നമ്മെ സഹായിക്കും. മൗനമെന്ന് പറഞ്ഞാൽ അത് ഒരാഡംബരമല്ല, നമ്മുടെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്ന് ആണ്. അപ്പോൾ കുറച്ച് സമയം നമ്മളോടൊപ്പം ഇരിക്കുക. സ്വസ്ഥമായി ശാന്തമായി ഒരിടത്തിരുന്ന് നമ്മുടെ ശ്വാസം വരുന്നതും പോകുന്നതും നമ്മൾ അറിയുക. നമ്മുടെ ചിന്തകൾ വരുന്നതും പോകുന്നതും നമ്മൾ അറിയുക. ഒരു കാഴ്ചക്കാരനായിട്ട് ഒരു സാക്ഷിഭാവത്തിൽ അതിനെ കാണുക. അല്പസമയങ്ങൾക്ക് ശേഷം ആ ചിന്തകളടങ്ങി, നമ്മുടെ ഉള്ളിലുള്ള വികാരങ്ങളടങ്ങി, നമ്മുടെ മനസ്സ് ശാന്തമാകുന്നതായിട്ട് നമുക്ക് അറിയാനും അനുഭവിക്കാനും കഴിയും. അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ അല്പം നമുക്കായിട്ട് ഒരുക്കിയിട്ട് കൊടുക്കണം. ഒരിക്കൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരു ശിഷ്യൻ വന്നിട്ട് പറഞ്ഞു, എൻ്റെ മനസ്സ് അശാന്തമാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഗുരു ശിഷ്യനെയും കൊണ്ട് ഒരു തടാകത്തിൻ്റെ അരികിലേക്ക് ചെന്നു. തടാകം ആകെ കലങ്ങി മറിഞ്ഞ് കിടക്കുകയായിരുന്നു. ഗുരു ശിഷ്യനോട് പറഞ്ഞു, നീ തടാകത്തിലേക്ക് നോക്കുക. നിൻ്റെ പ്രതിബിംബം ആ തടാകത്തിൽ കാണുന്നുണ്ടോ? ശിഷ്യൻ തടാകത്തിലേക്ക് നോക്കിയപ്പോൾ പ്രതിബിംബം കാണുന്നില്ല. ശിഷ്യൻ ഗുരുവിനോട് പറഞ്ഞു, ഗുരു, പ്രതിബിംബം കാണുന്നില്ല. അപ്പോൾ ഗുരു പറഞ്ഞു, കുറച്ച് നേരം നമുക്ക് ശാന്തമായിട്ട് ഇവിടെ ഇരിക്കാം. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കലങ്ങിയ തടാകത്തിലെ ജലം തെളിഞ്ഞു. ശിഷ്യനോട് വീണ്ടും നോക്കാൻ പറഞ്ഞു. ശിഷ്യൻ നോക്കി. ആ സമയത്ത് തടാകത്തിൽ ശിഷ്യൻ്റെ മുഖം കണ്ടു. ഇത് അറിഞ്ഞ ഗുരു ശിഷ്യനോട് പറഞ്ഞു, ഇതേപോലെയാണ് നിൻ്റെ മനസ്സും. ആ ചിന്തകൾ ചില സമയത്ത് ശക്തമാകും. ആ ചിന്തകളുമായിട്ട് നീ പോരാടരുത്.
സ്വസ്ഥമായി ശാന്തമായിട്ട് ഇരുന്ന് നീ നിൻ്റെ ചിന്തകളെ നിരീക്ഷിക്കുക. ആഴത്തിലുള്ള ആ നിരീക്ഷണം ഉണ്ടാകുമ്പോൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ ചിന്തകൾ അടങ്ങി നിൻ്റെ മനസ്സ് ശാന്തമാകുന്നതായിട്ട് നിനക്ക് അനുഭവിക്കാൻ കഴിയും. അതേപോലെ നമ്മളും ചെയ്യണം. മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ, അവിടെ ചിന്തകൾ ശക്തമാകുമ്പോൾ, വികാരങ്ങൾ ശക്തമാകുമ്പോൾ അതിനെ ആഴത്തിൽ നിരീക്ഷിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ നമുക്കായിട്ട് ഒരുക്കി കൊടുക്കണം. അങ്ങനെ കുറച്ച് സമയം നമ്മളിരുന്ന് അത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് ശാന്തമാകുന്നതായിട്ട് നമുക്ക് അറിയാനും അനുഭവിക്കാനും കഴിയും. അതിന് കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ